മറ്റു വാർത്തകൾ നോക്കാം. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ 6 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് യുഎസിലെത്തും. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ഡൊണാൾഡ് ട്രംപ് വിജയിച്ചതിന് ശേഷം ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള ആദ്യ ഉന്നതതല സന്ദർശനമാണിത്. പ്രധാന പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ചയാകും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ 6 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് യുഎസിലേക്ക് എത്തുകയാണ്. മനു ഭരത് ചേരുന്ന വിവരങ്ങളുമായി. മനു, ഡൊണാൾഡ് ട്രംപ് വിജയിച്ചതിന് ശേഷം ഇന്ത്യയിൽ നിന്ന് ആദ്യമായിട്ടാണ് ഒരു നേതാവ്, ഇന്ത്യയുടെ വിദേശകാര്യമന്ത്രി തന്നെ നേരിട്ട് യുഎസിലേക്ക് എത്തുന്നത്. എന്തൊക്കെയായിരിക്കും പ്രധാനമായി ആ കൂടിക്കാഴ്ചയുടെ ഉദ്ദേശം, ലക്ഷ്യങ്ങൾ? അമേരിക്കയിൽ വലിയൊരു ഭരണമാറ്റം നടക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യ ഒട്ടും സമയം കളയുന്നില്ല. ട്രംപ് അധികാരത്തിലെത്തുന്നതിന് മുൻപ് തന്നെ, സ്ഥാനം ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ജയശങ്കർ ഒരു പടി മുന്നിൽ കടന്ന് അങ്ങോട്ടേക്ക് യാത്ര തിരിക്കുന്നു. ഏതായാലും അവിടുത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് ആന്റണി ബ്ലിങ്കനെ അദ്ദേഹം കാണും എന്ന കാര്യത്തിൽ ഉറപ്പാണ്. പക്ഷേ ട്രംപ് ഭരണകൂടത്തിലെ ആരെയൊക്കെ കാണും എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല. അതിനുള്ള സാധ്യതകൾ പക്ഷേ തള്ളിക്കളയാനാകില്ല. തൻ്റെ സർക്കാരിൽ നിർണായക സ്ഥാനങ്ങൾ വഹിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഡൊണാൾഡ് ട്രംപ് നേരത്തെ അതിൻ്റെ നിലപാടുകൾ അറിയിച്ചിരുന്നു. സ്വാഭാവികമായും അവരിൽ ചിലരെയെങ്കിലും കാണാൻ എസ് ജയശങ്കർ ശ്രമിക്കും എന്നത് സുപ്രധാനമായ ഒരു കാര്യമാണ്. മാത്രമല്ല, ഇന്ത്യ സേനയുടെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ചുള്ള നിർണായകമായ നീക്കങ്ങളിലേക്ക് കടക്കുകയാണ്. ഇതിനുവേണ്ടി പ്രത്യേക സമിതിയൊക്കെ രൂപീകരിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യേണ്ട ഡ്രോണുകളെ സംബന്ധിച്ചൊക്കെയുള്ള വിഷയങ്ങളിൽ, അതുപോലെ സൈനിക സാമഗ്രികളുടെ കാര്യത്തിൽ ഒക്കെ ഒരു ചർച്ചയുണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഇന്ത്യ ചൈന റഷ്യ ബന്ധം കൂടുതൽ മെച്ചപ്പെടുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അത് അമേരിക്കയെ കൂടി വിശ്വാസത്തിലെടുത്ത് നീങ്ങാൻ കഴിയുമോ എന്ന കാര്യം പ്രധാനമായും ആരായും. അതാണ് മനു. അതോടൊപ്പം തന്നെ പ്രധാനമായും നമുക്കറിയാം, ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് തമ്മിലുള്ള ഒരു സൗഹൃദം നേരത്തെ ചർച്ചയായതാണ്. അദ്ദേഹം വിജയിച്ചതിന് ശേഷം പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ആ ഒരു സൗഹൃദം അവിടെ വലിയ രീതിയിൽ നിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ വിദേശകാര്യമന്ത്രി യുഎസിലേക്ക് എത്തുമ്പോൾ മനു പറഞ്ഞതുപോലെ തന്ത്രപ്രധാനമായ ചർച്ചകൾക്ക് സാഹചര്യം ഉണ്ടാകും, അല്ലേ? അതെ, കാരണം ഇപ്പോൾ കാനഡ പോലുള്ള രാജ്യങ്ങൾക്ക് 25% താരിഫ് ഏർപ്പെടുത്തും എന്ന ട്രംപിൻ്റെ പ്രഖ്യാപനം അവിടെ വലിയ സാമ്പത്തിക അസ്ഥിരതയ്ക്ക് വഴിവെക്കുമെന്ന ആശങ്ക ഉയർത്തുകയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇന്ത്യ, റഷ്യ, ചൈന, ബ്രസീൽ തുടങ്ങിയ അതുപോലെ ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മയിൽ ഉരുത്തിരിയുന്ന ഒരു പ്രധാന ആശയം ഡോളറിന് പകരം പ്രാദേശിക ഇന്ത്യൻ അല്ലെങ്കിൽ മറ്റ് രാജ്യങ്ങളുടെ രൂപ അല്ലെങ്കിൽ അവരുടെ നാണയം വിനിമയത്തിന് ഉപയോഗിക്കുക എന്നതാണ്. അപ്പോൾ ഇതൊക്കെ അമേരിക്കയെ ചൊടിപ്പിക്കുന്ന ചില വിഷയങ്ങളാണ്. ഇത്തരം കാര്യങ്ങൾ അനുവദിക്കാൻ കഴിയില്ല എന്ന് ട്രംപ് വ്യക്തമാക്കുകയും ചെയ്തു. അപ്പോൾ ഡൊണാൾഡ് ട്രംപിനെ കൂടി വിശ്വാസത്തിലെടുത്തുകൊണ്ടുള്ള ഒരു നീക്കം ഇന്ത്യയിൽ നടക്കേണ്ടതുണ്ട്. അപ്പോൾ ആ ഒരു ചുവടുവയ്പ് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു പ്രധാന കാര്യം, ഡൊണാൾഡ് ട്രംപിൻ്റെ പുതിയ സർക്കാരിൽ നിർണായകമായ സ്ഥാനങ്ങൾ വഹിക്കുന്നത് ഇന്ത്യൻ അമേരിക്കൻകാരാണ്. അപ്പോൾ അങ്ങനെ ഇന്ത്യൻ അമേരിക്കൻ ജനത അവിടെ ഒരു ചെറിയ ശതമാനമാണെങ്കിലും ഡൊണാൾഡ് ട്രംപിൻ്റെ സർക്കാരിൽ അവർക്ക് താക്കോൽ സ്ഥാനങ്ങൾ ഉണ്ട് എന്ന കാര്യം വ്യക്തമാണ്. അത്തരത്തിൽ ആരെയൊക്കെ കാണും എന്ന കാര്യം ഉറപ്പില്ല. പക്ഷേ സ്വാഭാവികമായും നമ്മുടെ പാലക്കാട്ട് കാരനായ വിവേക് രാമസ്വാമി അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഗവൺമെൻറ് എഫിഷ്യൻസിയുടെ നിയന്ത്രണം അദ്ദേഹത്തിനാണ് വരിക. സ്വാഭാവികമായും അങ്ങനെ ഒരു കൂടിക്കാഴ്ച ഉണ്ടാകുമോ എന്ന ചോദ്യമുണ്ട്. കശ്യപ് പട്ടേൽ FBI ഡയറക്ടറാണ്. അദ്ദേഹം വളരെ ശക്തമായി നരേന്ദ്രമോദിക്ക് അനുകൂലമായി രാമക്ഷേത്ര നിർമ്മാണത്തിന് ഘട്ടത്തിലൊക്കെ പ്രസ്താവനകൾ നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായും കാഷ് പട്ടേൽ എന്ന് വിളിക്കുന്ന കശ്യപ് പട്ടേലിനെ കാണാം. പിന്നെ ഹർപ്രീത് ദില്ലൻ അവിടുത്തെ അസിസ്റ്റന്റ് അറ്റോർണി ഫോർ സിവിൽ റൈറ്റ്സ് ആണ്. ഹർമിത ദില്ലിനെ കാണുമോ എന്ന് ഉണ്ട്. അതുപോലെ ജയ ഭട്ടാചാര്യയുണ്ട്. മാത്രവുമല്ല, ഈ ഡൊണാൾഡ് ട്രംപ് അഡ്മിനിസ്ട്രേഷൻ്റെ രണ്ടാമൻ JD വാൻസിൻ്റെ ഭാര്യ ഉഷ വാൻസ് ഇന്ത്യൻ വംശജയാണ്. സ്വാഭാവികമായും അത്തരം പ്രശ്നങ്ങൾ അത്തരം കൂടിക്കാഴ്ചകൾ ഉണ്ടാകുമോ? ഇങ്ങനെയുള്ള ഒട്ടനവധി വിഷയങ്ങൾ, അഡ്വൈസർ ശ്രീ രാമകൃഷ്ണൻ, അതുപോലെ ഡയറക്ടർ ഓഫ് നാഷണൽ ഇൻ്റലിജൻസ് തുളസി തുടങ്ങിയ ആളുകൾ ഒക്കെ ഇന്ത്യൻ വംശജരാണ്. അപ്പോൾ ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷനിൽ ഇത്ര തന്ത്രപ്രധാനമായ സ്ഥാനങ്ങളിൽ ഇന്ത്യൻ വംശജർ ഇരിക്കുന്നു എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതൊക്കെ ഏത് തരത്തിൽ പ്രയോജനപ്പെടുത്താനാകും എന്നത് ഒരു വലിയ വിഷയമാണ്. ഒപ്പം തന്നെ ഈ കോൺസുൽ നയതന്ത്ര ഉദ്യോഗസ്ഥരുടെ യോഗം ജയശങ്കർ അവിടെ വിളിച്ചിട്ടുണ്ട്. പ്രിഡേറ്റർ ലോങ് എൻഡ്യൂറൻസ് ഡ്രോണുകളുടെ
ഈ കൈമാറ്റത്തെ സംബന്ധിച്ച് ഒരു നിർണായക ചർച്ചയുണ്ടാകും, ധാരണകൾ ഉണ്ടാകും എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെ തന്ത്രപ്രധാനമായ ഒട്ടനവധി മേഖലകൾ, പ്രാദേശിക വിഷയങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ സിറിയയിൽ നടക്കുന്ന മാറ്റങ്ങൾ, അതുപോലെ ലോകത്ത് മറ്റിടത്ത് ഒക്കെ നടക്കുന്ന യുദ്ധങ്ങളും സമാനമായ സാഹചര്യങ്ങളും ഒക്കെ വിലയിരുത്തുകയും അതിൽ കൂട്ടായ ഒരു നീക്കം സമാധാനത്തിലേക്ക് ചുവടുവയ്ക്കുന്നതിനായി നടത്താനുമൊക്കെയുള്ളൊരു ആഹ്വാനം ഇന്ത്യയുടെ ഭാഗത്തുനിന്നുണ്ട്. അതൊക്കെ ഈ വിഷയങ്ങളിൽ ചർച്ചയാകും എന്നുകൂടി മനസ്സിലാക്കേണ്ടതുണ്ട്. ശരി, മനു ഭരതാണ് വിവരങ്ങൾ നൽകിയത്.